ഞാൻ എൻ്റെ കുറിവാക്യം ദൈവം എനിക്ക് ഏൽപ്പിച്ചു തന്നത് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ദൈവം തന്ന വചന ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെ പറയുന്നത്: വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ച് വെച്ചു. പ്രൈസ് ഗോഡ്. കണ്ണടയ്ക്കാൻ നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിൻ്റെ പാദപീഠയിൽ ഇരിക്കുന്ന പിതാവേ, ഇത്രത്തോളം നീ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന നിൻ്റെ വലിയ സ്നേഹത്തിനായി സ്തോത്രം. നീ ഞങ്ങളെ സ്നേഹിക്കുന്നല്ലോ കർത്താവേ. ഇന്ന് പകലും ആയുസ്സോടെ ആരോഗ്യത്തോടെ കർത്താവേ, വീണ്ടും വചനം കേട്ട് വീണ്ടും ക്രമീകരിക്കപ്പെട്ട് നിത്യജീവൻ അവകാശികളായി തീരുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ ചോർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്തെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലായി തീരുവാൻ, വലിയൊരു ഉദ്ധാരണമായി തീരുവാൻ, ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ ആ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറി എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ ഒന്നുകൂടെ രൂപപ്പെടുത്തുവാൻ കർത്താവേ നിധിയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമാവുന്ന സ്വർഗീയമായിട്ടുള്ള ഹല്ലേലൂയ അനുഭവങ്ങൾ കർത്താവെ ശേഖരിച്ചുവിടുന്ന് മടങ്ങിപ്പോകുവാൻ അടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ഗോഡ്. അനുഗ്രഹിക്കപ്പെട്ട കൊയറിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. വചനത്തെക്കുറിച്ച് അവിടെ പറയുന്നു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. 17 പറയുന്നത് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ വചനം സത്യമാകുന്നു. ഈ വേദപുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? സത്യവേദപുസ്തകം എന്നാ ഇതിൽ എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ വചനത്താൽ നമ്മെ ഇന്ന് പകൽക്കാലം ദൈവം പണിയണം. പക്ഷെ ഒന്ന് ഓർക്കണം, പണിയുന്നതിന് മുമ്പ് ഒരു ശുദ്ധീകരണമുണ്ട്, ഒരു വിശുദ്ധീകരണമുണ്ട്. അപ്പോൾ ഈ വചനത്താൽ നമ്മെ വിശുദ്ധീകരിക്കണം. പിന്നീട് പറയുവാണ് നിന്റെ വചനം സത്യമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ കേട്ട വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നമുക്കെല്ലാം അറിയാം, 119-ാം സങ്കീർത്തനം നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് സാക്ഷ്യം, കൽപ്പന, പ്രമാണം, നിയമം, അങ്ങനെ 10 പര്യായം വചനത്തിനകത്ത് കിടപ്പുണ്ട്. 8 വാചകങ്ങളുള്ള എബ്രായ അക്ഷരങ്ങളാണ്. അതിൽ ആ 2ാമത്തേത്, അതായത് 9 മുതൽ 16 വരെയുള്ള വാക്യത്തിനകത്ത് 4 കാര്യം പറയുന്നത് ഈ വചനത്തോടുള്ള നിങ്ങളുടെ ആ ഒരു മനോഭാവം ഒന്നുകൂടെ ഒന്ന് പുതുക്കപ്പെടേണ്ടതിന് വേണ്ടി പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തക്കണം ആഗ്രഹിക്കുന്നു. 1ാമത്തെ കാര്യം വചനത്തിൻ്റെ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമായതുകൊണ്ട് ഞാൻ പറയാം. 1ാമത്തെ കാര്യം ഹീഡ്, HEED എന്ന് പറഞ്ഞാൽ എന്നാ? സൂക്ഷ്മതയോടെ അതിനെ പിടിക്കുക, സൂക്ഷ്മതയോടെ അതിനെ കേൾക്കുക, സൂക്ഷ്മതയോടെ ആ വചനത്തെ നാം ഏറ്റെടുക്കുക. അതാണ് അതിൻ്റെ 9ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിന്റെ വചനപ്രകാരം സൂക്ഷിക്കുന്നതിനാൽ തന്നെ. പ്രൈസ് ഗോഡ്. അപ്പം ഇന്ന് കേൾക്കുന്ന വചനത്തിൻ്റെ മുമ്പിൽ നമ്മളൊന്ന് ഹീഡ് ചെയ്യണം, അതായത് നാം അതൊന്ന് ഏറ്റെടുക്കണം. 2ാമത് 11ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രൈസ് ഗോഡ്, ഹൈഡ് ദ വേർഡ്. ഹൈഡ് ചെയ്യണം. വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കണം, വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ആദ്യം കേട്ട സാക്ഷ്യത്തിൽ നിന്ന് എനിക്ക് വലിയ തിയോളജി ഒന്നും വേണ്ട കേട്ടോ. ഒരൊറ്റ വാക്കില് ഞാൻ എൻ്റെ ദൈവസന്നിധിയിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്ന ആളാ. ആശ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ആകാവുന്നിടത്തോളം
ദൈവദാസിമാരെ, ആകാവുന്നിടത്തോളം പിശാച് നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചില്ലേ? ഹല്ലേലൂയ. പക്ഷെ നാം തോറ്റുപോയോ? ഇന്ന് പകൽക്കാലം ജയത്തോടെ ഇവിടെ നിൽക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? അവൻ ലജ്ജിച്ചു പോയി. പ്രൈസ് ഗോഡ്. നമ്മളിപ്പോൾ പാടിയല്ലോ, നമ്മെ തോൽപ്പിക്കുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ ലജ്ജിച്ചു പോകത്തേ ഉള്ളൂ, അവൻ മാറിപ്പോകുന്നതേ ഉള്ളൂ. സ്വർഗത്തിലെ ദൈവം ആകാവുന്നിടത്തോളം തന്റെ സംരക്ഷണം നമുക്ക് തന്ന് നമ്മെ പ്രൊട്ടക്ട് ചെയ്തത് കൊണ്ടല്ലേ ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നത്. അപ്പം ആദ്യം ഹീഡ് ചെയ്യുക, രണ്ടാമത് ഹൈഡ് ചെയ്യുക. എന്ത് ചെയ്യണം? വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കണം. ഞാൻ ഹല്ലേലൂയ മറവിയില്ലാത്തടത്തോളം കാലം ഇന്ന് ആശ പറഞ്ഞ ആകാവുന്നിടത്തോളം. നമുക്ക് ഒരു പ്രസംഗം കേട്ടാൽ നമുക്കെല്ലാം ഒന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മെ ടച്ച് ചെയ്യും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, കുഞ്ഞേ ഇത് നിനക്കുള്ളതാ, നീ എന്തെടുക്കണം? നീ അത് നിന്റെ ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ സഭാധിപന്മാരുടെ വാക്കുകൾ ഹല്ലേലൂയ മുടിങ്കോൽ പോലെയും ഭിത്തിമേത്തറ ചാണി പോലെയും ഇരിക്കുന്നത് പോലെ ഈ ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചു വെച്ചാലുണ്ടല്ലോ, പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, വെല്ലുവിളികൾ വരും, എന്നാൽ ശത്രുവിന് നിന്നെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. മൂന്നാമത്തെ എച്ച് എന്തുവാന്നോ? ഹെറാൾഡ്. വിളംബരം ചെയ്യണം. ആശ ഇന്ന് വന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നമ്മളത് അറിഞ്ഞത്. പ്രൈസ് ഗോഡ്. ബഹുമാനപ്പെട്ട പി സി പാസ്റ്റർ പറഞ്ഞത് കൊണ്ടല്ലേ ലേയുടെ കാര്യം ഒന്നുകൂടെ നാം കേട്ടത്. പ്രൈസ് ഗോഡ്. എന്ത് ചെയ്യണം? നാമും ഇത് വർണ്ണിക്കണം. അതാണ് 13ാമത്തെ വാക്യത്തിൽ പറയുന്നത്. പ്രൈസ് ഗോഡ്. അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെ ഞാൻ വർണ്ണിക്കുമെന്ന്. പ്രൈസ് ഗോഡ്. വീട്ടിൽ ചെന്ന് ഹല്ലേലൂയ, ഭർത്താക്കന്മാർ വരാത്ത സഹോദരിമാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, വീട്ടിൽ ചെന്ന് ഇതൊക്കെ ഒന്ന് പറയണം, കുഞ്ഞുങ്ങളോട് പറയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയണം. പ്രൈസ് ഗോഡ്. വചനങ്ങളെ വർണ്ണിപ്പാൻ കഴിയണം. ഹെറാൾഡ്. വിളംബരം ചെയ്യുക, അനൗൺസ് ചെയ്യുക, വചനം വീണ്ടും പറയുക. വചനം പറയും തോറും ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, നമ്മൾ SW1 SW2 അല്ലേ, മീഡിയം വേവ്. പണ്ട് റേഡിയോ ഓൺ ആക്കുമ്പം നമുക്ക് എന്തുകൊണ്ടാണ് നമുക്കത് കേൾക്കാൻ പറ്റുന്നത്? ആ സൗണ്ട് വേവ്സ്, ആ ശബ്ദവീജികൾ ഹല്ലേലൂയ ഈ അന്തരീക്ഷത്തിൽ ഉള്ളത് കൊണ്ടാ. എന്നാൽ നമ്മുടെ ഭവനത്തിനകത്ത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവവചനത്തിന്റെ ശബ്ദം മുഴങ്ങട്ടെ. അത് അദൃശ്യ മണ്ഡലത്തിലാണെങ്കിലും ഉണ്ടല്ലോ ഹല്ലേലൂയ, നിന്നെ ആക്രമിക്കാൻ വരുന്ന പൈശാചിന്റെ തന്ത്രത്തെ അത് വിഴുങ്ങിക്കളയും. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം ഉച്ചത്തിൽ ഹല്ലേലൂയ വായിക്കുന്നതും വളരെ നല്ലതാ. അവസാനത്തേത് ഹല്ലേലൂയ ഹോണർ ദ വേർഡ്. 15ാമത്തെ വാക്യത്തില് വചനത്തെ നാം ബഹുമാനിക്കണം. ഈ 4 കാര്യം വചനത്തോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ നമ്മുടെ ഒരു സ്വഭാവമായി മാറണം. എനിക്ക് വലിയ സന്തോഷം തോന്നി. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ ദാസൻ അധ്യക്ഷ പ്രസംഗം ചെയ്തപ്പോൾ മറിയയുടെ കാര്യം പറഞ്ഞത്. പ്രൈസ് ഗോഡ്. കൃപ ലഭിച്ച മറിയ. ഞാൻ കർത്താവിനോട് ചോദിച്ച് ഈ വചനഭാഗം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ഏൽപ്പിച്ചെങ്കിലും കർത്താവെ റാന്നിയിൽ പറയാനായിട്ട് അല്ലെ എനിക്കൊരു വചനം തരണേ, എനിക്കൊരു വചനം തരണേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നതാണ് ലൂക്കോസിന്റെ സുവിശേഷം 1:35. അത് തന്നെ കർത്താവിന്റെ ദാസൻ പറഞ്ഞത്. മറിയയുടെ അടുത്ത് ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് എന്തുവാ പറഞ്ഞത്? നീ കൃപ ലഭിച്ചവളാണെന്ന്. അതായത് മറിയയ്ക്ക് ഒരു പേരിട്ടു. എന്താ ആ പേര്? ഹല്ലേലൂയ, ദ ഫേവേർഡ് വൺ. കൃപ ലഭിച്ചവൾ. ഹല്ലേലൂയ. ആ കൃപ ലഭിച്ച മറിയ എന്ത് ചെയ്തു? മലനാട്ടിൽ എലിസബത്തിനെ കാണാൻ പോയപ്പോൾ ഹല്ലേലൂയ എലിസബത്ത് പറഞ്ഞു, സ്ത്രീകളുടെ കൂട്ടത്തിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, എന്നെ കേൾക്കുന്ന കുഞ്ഞനീത്തിമാരെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അവള് കൃപ ലഭിച്ചവളാ. അവൾ ഹല്ലേലൂയ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവളാ. പക്ഷേ ആ കുഞ്ഞിന്റെ ഡെഡിക്കേഷന് വേണ്ടി അവൾ ആലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ഒരു പ്രവാചകൻ അവളോട് പറയുക, നിന്റെ ഹൃദയത്തിൽ കൂടിയും ഒരു വാൾ കടക്കും. ഈസ് ദാറ്റ് ഫെയർ? ഈസ് ദാറ്റ് ഫെയർ? നിങ്ങൾ തന്നെ ഉത്തരം പറ. ഹല്ലേലൂയ. അവൾ കൃപ ലഭിച്ചവളാ, അവൾ അനുഗ്രഹം പ്രാപിച്ചവളാ. എന്നാൽ ഒരു പ്രവചനം അവൾക്ക് ലഭിക്കുക, നിന്റെ ഹൃദയത്തിൽ കൂടിയും ഒരു വാൾ കടന്നു പോകും. പ്രിയമാതാവേ, നമുക്കറിയാം കാൽവറി മലമേൽ യേശു കർത്താവ് അടിച്ച് തകർക്കപ്പെടുന്നത് റോമൻ പടയാളികളാൽ ഹല്ലേലൂയ അവൻ അധിക്ഷേപിക്കപ്പെടുന്നത്, യഹൂദന്മാരാൽ അവൻ പകയ്ക്കപ്പെടുന്നത്, തന്റെ പുത്രൻ പ്രാണവേദന അനുഭവിക്കുന്നത്
തന്റെ പ്രിയ മകൻ മരണവേദന അനുഭവിക്കുന്നത് ഈ അമ്മയ്ക്ക് കാണേണ്ടി വന്നപ്പോൾ അത് വാൾ കടക്കുന്നത് പോലെ അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അതെന്തായി തീർന്നു? അത് സ്തുതിയായി തീർന്നു. അത് കഷ്ടമായി പോയോ? അത് നഷ്ടമായി പോയോ? ഇന്ന് പകൽക്കാലം ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ തലമുറയുടെ വിഷയത്തിലോ ഭാരപ്പെടുന്ന ദേവദാസി, ഹല്ലേലൂയ, നിന്നോട് ദൈവം അരുളി ചെയ്തത് അതുപോലെ തന്നെ നിവൃത്തിയാകും. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ ദാസൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി അത് നമ്മളോട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് പറയാനുള്ളതാ. ഇന്ന് പകൽക്കാലം ആരാധിച്ച് ജയമെടുത്തേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോട്ടെ. മറിയയ്ക്ക് പ്രൈസ് ഗോഡ് വിശുദ്ധന്മാരുടെ ഇടയിൽ അവകാശവും കിരീടവും എല്ലാം ലഭിച്ചു. ഹല്ലേലൂയ. എന്നാൽ തൻ്റെ ജീവിതത്തിലെ ഹല്ലേലൂയ അനേകരെ വീണ്ടെടുക്കുവാൻ, അനേകരെ ഉയർത്തിയെടുക്കുവാൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഒരു മകനെ വളർത്തിക്കൊണ്ട് വരുവാനുള്ള ഭാഗ്യം അവൾക്ക് കിട്ടി. സഹോദരിമാരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ ലേയുടെ മക്കളുടെ കാര്യം. ലേവി ഗോത്രം, പുരോഹിത ഗോത്രം, ഹല്ലേലൂയ, യഹൂദ ഗോത്രം, രാജകീയ ഗോത്രം ആർക്കാ കിട്ടിയത്? ഹല്ലേലൂയ, ലേയക്കാ കിട്ടിയത്. നമ്മുടെ കുറിവാക്യത്തിൽ പറയുന്നു, ശിശു സുന്ദരനെന്ന് അമ്മ കണ്ടു എന്നുമല്ല അവിടെ പറയുന്നത്, അപ്പം കണ്ടു എന്നുമല്ല അവിടെ പറയുന്നത്, അമ്മയപ്പന്മാർ കണ്ടു. പ്രൈസ് ഗോഡ്. അമ്മയപ്പന്മാർ കണ്ടു. അടുത്ത തലമുറകളെ ഹല്ലേലൂയ വാർത്തെടുക്കേണ്ടത്, അടുത്ത തലമുറയെ വളർത്തിയെടുക്കേണ്ടത്, ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി നമ്മുടെ തലമുറകളെ വളർത്തിയെടുക്കേണ്ടതിന് പ്രൈസ് ഗോഡ് അപ്പനും അമ്മയും ഹല്ലേലൂയ ഒരു മനസ്സോടെ നിന്നുകൊണ്ട് പ്രൈസ് ഗോഡ് ദൈവസന്നിധിയിൽ ഏക മനസ്സോടെ ഹല്ലേലൂയ തലമുറകളെ വളർത്തിയെടുക്കണം. ഇവിടെ പ്രൈസ് ഗോഡ് ആരായിരുന്നു ഈ അമ്മ? ആരായിരുന്നു ഈ അപ്പൻ? പ്രൈസ് ഗോഡ്. അമ്മയുടെ പേര് യോഖേബേദ്. ആ വാക്കിന്റെ അർത്ഥം യാഹ്വേ ഈസ് ഗ്ലോറി. പ്രൈസ് ഗോഡ്. യഹോവ എൻ്റെ മഹത്വം. പ്രൈസ് ഗോഡ്. യഹോവ എൻ്റെ മഹത്വം. അപ്പൻ്റെ പേരെന്തുവാ? അമ്രാം. അമ്രാം എന്ന വാക്കിന്റെ അർത്ഥം സമാധാന പ്രകൃതമുള്ള, ഭയമില്ലാത്ത, ഉയർത്തപ്പെട്ട ഒരു വ്യക്തി. സമാധാന പ്രകൃതമുള്ള, ഭയമില്ലാതെ ഉയർത്തപ്പെട്ട ഒരു പിതാവിൻ്റെ മകൻ അതിസൗമ്യനായാൽ അതിനകത്ത് അത്ഭുതമുണ്ടോ? ഇല്ല. പ്രൈസ് ഗോഡ്. അമ്മയുടെ പേരെന്താന്നാ ഞാൻ പറഞ്ഞത്? യാഹ്വേ ഈസ് ഗ്ലോറി. പ്രൈസ് ഗോഡ്. യാഹ്വേ ഗ്ലോറി ആണെങ്കിൽ ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ് ദൈവത്തിൻ്റെ മഹത്വം ചുമക്കുന്ന, ഹല്ലേലൂയ, ദൈവജനത്തിനു വേണ്ടി ഹല്ലേലൂയ സകലതും ഹല്ലേലൂയ നഷ്ടമാക്കി വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഉറപ്പുള്ള ഒരു പൈതലായിട്ട് മോശ വളരുവാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് അമ്മയപ്പന്മാരെന്ന് പറഞ്ഞതുകൊണ്ട് ചില വ്യത്യാസങ്ങൾ ഹല്ലേലൂയ സഹോദരിമാരും സഹോദരന്മാരും തമ്മിലുള്ളത് പറയട്ടെ. പ്രൈസ് ഗോഡ്. ഞാൻ സഹോദരിമാരോട് പെട്ടെന്ന് പറയാം. പ്രൈസ് ഗോഡ്. പുരുഷന്മാർ ഹല്ലേലൂയ ഒരു ലോജിക്കൽ തിങ്കറാ, അല്ലെ, ലോജിക്കായിട്ട് അവർ ചിന്തിക്കുന്നവരാ. എന്നാൽ സഹോദരിമാര് ഹല്ലേലൂയ ഒരു ഇമോഷണൽ ഫീലറാ. ശരിയല്ലേ? നിങ്ങൾ സമ്മതിക്കുന്നില്ലേ എൻ്റെ അവിടെ? ഞാൻ ഈ വശത്ത് നോക്കുന്നേ ഇല്ല. പ്രൈസ് ഗോഡിനെ നിങ്ങളോടാ പറയുന്നത്. ഒരു ഇമോഷണൽ ഫീലറാ. വൈകാര്യ തലത്തില് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പല ഫീലിങ്സും പെട്ടെന്ന് നമ്മൾ പുറത്ത് കാണിക്കുന്നവരല്ലേ? പ്രൈസ് ഗോഡ്. സഹോദരന്മാരൊരു ലേസർ പോലെയാ. അതായത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവരൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്താൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എന്നാലോ പ്രൈസ് ഗോഡ് സഹോദരിമാരാകുന്ന നമ്മൾ മൾട്ടി കോൺഷ്യസാ. ദൈവം നമ്മളെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്, നമുക്കതിന് കഴിയുകയും ചെയ്യും. ഒരു ഭവനത്തിലെ എത്ര കാര്യങ്ങൾ ഒരേ സമയങ്ങളിൽ നമ്മൾ നോക്കുന്നതല്ലേ?
സഹോദരന്മാർക്ക് ഒരു ഗോൾ ഉണ്ടെങ്കിൽ ഭൗതിക വിഷയത്തിൽ അവർ ആ ഗോൾ എങ്ങനെയും നേടിയെടുക്കുവാനായിട്ട് ശ്രമിക്കും. പക്ഷേ സഹോദരിമാര് ആ ഗോളും നോക്കിയിരിക്കത്തേ ഉള്ളൂ. എന്നാൽ സഹോദരിമാരെ, ആത്മീയ വിഷയത്തിൽ ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ 7 ദിവസം ഉപവസിച്ചാണെങ്കിലും 14 ദിവസം ഉപവസിച്ചാണെങ്കിലും 21 ദിവസം ഉപവസിച്ചാണെങ്കിലും സഹോദരിമാരെ, നാം അതെങ്ങനെയെങ്കിലും നേടിയെടുക്കുവാൻ ശ്രമിക്കത്തില്ലേ? ഹല്ലേലൂയ. യോക്കേബേദിന്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മുടെ കാര്യത്തിൽ നാം എങ്ങനെയാണെന്ന് ചിന്തിച്ചു കൊള്ളണം. സഹോദരന്മാർ പലപ്പോഴും സ്റ്റേബിളാ. സഹോദരിമാരെപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കും, ഇതിനെല്ലാം ഉദാഹരണം ബൈബിളിലുണ്ട്, പറയുവാൻ സമയമില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ ഞാൻ പറയട്ടെ, സഹോദരന്മാരെ പലപ്പോഴും ചിന്തിക്കുന്നത് അവരുടെ മനസ്സുകൊണ്ടാണെങ്കിൽ സഹോദരിമാര് പലതും ചിന്തിക്കുന്നത് അവരുടെ ഹൃദയം കൊണ്ടാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, സഹോദരന്മാർ എപ്പോഴും ഹെഡ്ലൈൻസ് മാത്രം വായിച്ചങ്ങ് പോകും. ഒരു കല്യാണം കഴിഞ്ഞ് ഭാവിച്ചാൽ ഞാൻ പോകാത്തൊരു കല്യാണമാണെങ്കിൽ, അല്ലാതെ ഞാൻ ഇല്ലാതെ കൂടിയ ഒരു കല്യാണമാണെങ്കിൽ വരുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ പറയും, നല്ലതായിരുന്നു ശുശ്രൂഷ, നല്ലതായിരുന്നു ഫുഡ്, നല്ലതായിരുന്നു, തീർന്നു. അയ്യോ, നമുക്ക് അതുകൊണ്ട് വല്ലതും തൃപ്തി വരുമോ? നമുക്ക് ഇൻ ബിറ്റ്വീൻ ലൈൻസ് വേറെ എന്തെല്ലാം കാര്യങ്ങൾ അറിയാനുണ്ട്. ദൈവം അങ്ങനെയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുപോലെ പുരുഷന്മാർ, സഹോദരന്മാർ എല്ലാ കാര്യങ്ങളിലും വളരെ ചിന്തയോടുകൂടി മാത്രമേ, ഇംപേഴ്സണലി മാത്രമേ കാര്യങ്ങൾ ഏറ്റെടുക്കത്തുള്ളൂ. എന്നാൽ നമ്മളാണെങ്കിൽ ഏത് കാര്യമാണെങ്കിലും ആരുടെ കാര്യങ്ങളാണെങ്കിലും പെട്ടെന്ന് അത് ഏറ്റെടുക്കുന്നവരായിട്ടാണ്, അല്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒന്ന് രണ്ടെണ്ണം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. സഹോദരന്മാരുടെ ഹൃദയം ഒരു ഫയലിംഗ് ക്യാബിനറ്റാണ്. എല്ലാ കാര്യവും ഫയലിനകത്തുണ്ട്, ആ ക്യാബിനറ്റിനകത്തുണ്ട്. പക്ഷെ നമ്മൾ എന്തുവാ? നമ്മൾ കമ്പ്യൂട്ടറാണ്. നമ്മളത് ഹല്ലേലൂയ, എന്ത് കാര്യമാണെങ്കിലും അപ്പോൾ തന്നെ ഹല്ലേലൂയ. ഇതെല്ലാം നമ്മൾ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി. പ്രൈസ് ഗോഡ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയുണ്ട് ഒത്തിരി കാര്യങ്ങൾ, ഇവിടെ ഞാൻ വിടുക സമയത്തിൻ്റെ കുറവുകൊണ്ട്. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ, ഒരു സഹോദരി എന്ന നിലയിൽ, ഒന്നുമില്ല പോട്ടെ, ഒരു മനുഷ്യ സ്ത്രീ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നാൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, അനേക വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിലേക്ക് ആകർഷിക്കുവാൻ നമുക്ക് കഴിയും. പ്രൈസ് ഗോഡ്. എനിക്ക് ആശയെ കണ്ടിട്ട് മനസ്സിലായില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആശയെ കണ്ടതാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞങ്ങൾ മർത്തോമായിലായിരുന്ന സമയത്ത് ആശയുടെ ഫാദറിലെ ഒരു പാസ്റ്റർ, ഞങ്ങളുടെ അടുത്തൊരു പെന്തിക്കോസ്ത് കുടുംബമുണ്ട്. അവിടെ പ്രാർത്ഥനയ്ക്കൊക്കെ വരുമ്പോൾ ഞാനും എൻ്റെ ബ്രദറൊക്കെ കൂടെ ഞങ്ങളുടെ വീടിൻ്റെ വർക്ക് ഏരിയയുടെ അവിടുത്തെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തേച്ച് അവിടുത്തെ കൈകൊട്ടും പ്രാർത്ഥനയും കേട്ട് ഇങ്ങനെ കളിയാക്കി അവിടെ ഇരിക്കും. ഹല്ലേലൂയ. ആ ഹല്ലേലൂയ. തൻ്റെ 2 നാത്തുമാരെ ഞങ്ങൾക്കറിയാം. പ്രൈസ് ഗോഡ്. എന്നാൽ ഹല്ലേലൂയ, ആശയെ അവിടുത്തെ മകൻ വിവാഹം കഴിഞ്ഞുകൊണ്ട് ജോസഫ് പാസ്റ്റർ, ഞാൻ ഇപ്പോഴും ആ പാസ്റ്ററെ നല്ലവണ്ണം ഓർക്കുന്നുണ്ട്. ഞങ്ങൾ ഹല്ലേലൂയ കോളേജിൽ പോകുമ്പോൾ ഒരേ സ്ഥലത്തു നിന്നാണ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറുന്നത്. ഈ ആശയുടെ നാത്തുമാർ ആ ബസ് സ്റ്റോപ്പിലുണ്ടെങ്കിൽ ഞാൻ പയ്യെ അങ്ങോട്ട് ചെല്ലത്തുള്ളൂ. കാരണം അവിടെ ചെന്നാൽ എന്നോട് ചോദിക്കും, അയ്യോ എന്ത് വലിയ പൊട്ടാ, അയ്യോ ഈ ബ്ലൗസിൻ്റെ കഴുത്ത് എന്ത് തുറന്നിരിക്കുക. അതൊന്നും എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവർ ബസ് സ്റ്റോപ്പിലുണ്ടെങ്കിൽ ഹല്ലേലൂയ പയ്യേ ചെല്ലത്തുള്ളൂ. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവം നമ്മെ നടത്തുന്ന വഴിയിൽ ദൈവം നമുക്ക് തരുന്ന നിയോഗങ്ങൾ ഏറ്റെടുത്തത് കൊണ്ട് ഹല്ലേലൂയ, ഇന്ന് എന്ത് പറ്റി? ഞങ്ങൾക്ക് ഒരുമിച്ച് സ്റ്റേജിൽ നിന്നുകൊണ്ട് ഈ കറുത്ത പുസ്തകം പിടിച്ചുകൊണ്ട് ഈ വലിയവരായ ദൈവത്തെ ഹല്ലേലൂയ ഉയർത്തുവാൻ ഇടയാക്കുന്നില്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ പാസ്റ്ററുടെ ഹല്ലേലൂയ പെൺമക്കൾ 2 അമേരിക്കയിലാണ്. ഹല്ലേലൂയ. ഈ ബില്ലി മാത്രമേ ഉള്ളൂ, ഈ ആശയുടെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ നാട്ടിൽ. എന്നാൽ ഹല്ലേലൂയ, ആശ ഇന്ന് സാക്ഷ്യം പറയുന്നതും വചനം പറയുന്നതും എന്നെ കെട്ടിപ്പിടിച്ച് സിസി ആൻറ്റി അറിയത്തില്ലെന്ന് ചോദിച്ചപ്പോഴും എനിക്ക് അറിയാൻ മേലായിരുന്നു. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായില്ല, ആള് മാറിപ്പോയി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതം ഹല്ലേലൂയ ദൂതുപോലെ പറഞ്ഞല്ലോ നിങ്ങളോട്, ഇവിടെ ഇരിക്കുന്ന സഹോദരിമാര്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഏൽപ്പിച്ച തലമുറകളെ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തിരിച്ച് ദൈവത്തിന് കൊടുക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നിങ്ങൾ ഒരുപെട്ടാലുണ്ടല്ലോ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം അത് സാധ്യമാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്,
വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. അതുകൊണ്ട് അവൻ 3 മാസം അവനെ ഒളിപ്പിച്ച് വെച്ചു. പ്രൈസ് ഗോഡ്. ഈ യോക്കേബേദിന്റെ ക്രെഡൻഷ്യൽസ് ഒന്ന് നോക്കിയാൽ, ഇസ്രായേലിയ സ്ത്രീ, എബ്രായ സ്ത്രീ, പ്രൈസ് ഗോഡ്, ലേവി ഗോത്രത്തിലെ സ്ത്രീ, പ്രമാണത്തിൽ നിന്ന സ്ത്രീ, അതായത് ലേവി പുരുഷനെ തന്നെ അവൾ വിവാഹം കഴിച്ചു. പ്രൈസ് ഗോഡ്. അങ്ങനെയുള്ളവൾക്ക് ഹല്ലേലൂയ ദൈവം ഒരു 3 മക്കളെ കൊടുത്തു. നമുക്കറിയാമത്. പ്രൈസ് ഗോഡ്. ഒരു അൺയൂഷ്വൽ ഫാമിലി അത് യോക്കേബേദിന്റെ കുടുംബം. കാരണം ദൈവം 3 മക്കളെ കൊടുത്തു. 3 മക്കളും ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീർന്നു. നമുക്കറിയാം അഹരോന്, മിരിയാം, മോശ. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച കുഞ്ഞുങ്ങളായി അവർ തീർന്നു. പ്രൈസ് ഗോഡ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വാക്കുകൾക്ക് ശക്തിയുണ്ട്. നമ്മുടെ തലമുറകളെ കുറിച്ച് നമ്മൾ പറയണം. പ്രൈസ് ഗോഡ്. കർത്താവേ, അവരെ ശക്തരായ ദൈവവേലക്കാരാക്കണമേ. ഹല്ലേലൂയ. നമ്മൾ ഇന്നോ നാളെ എവിടെ നിന്ന് പോവും ദൈവമക്കളെ. എന്നാൽ ഹല്ലേലൂയ, വാട്ട് വി ഷുഡ് ലീവ് ബിഹൈൻഡ്, എന്ത് നമ്മൾ ബാക്കി വെച്ചിട്ട് പോകണം? ദൈവത്തിനു വേണ്ടി ശോഭിക്കുന്ന, ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന ആൺകുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ, പെൺകുഞ്ഞുങ്ങളായിട്ടെ, ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ഹല്ലേലൂയ ഒരു തലമുറയെ കാഴ്ചവെക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അമ്മമാര് ശ്രമിക്കണം. പ്രൈസ് ഗോഡ്. ഇതെല്ലാം എൻ്റെ മീറ്റിംഗ് ആണല്ലോ. പറഞ്ഞല്ലോ, അമ്മയപ്പന്മാർ ഹല്ലേലൂയ ഒരുമിച്ച് പ്രൈസ് ഗോഡ് ദൈവമഹത്വം ചുമക്കുന്ന കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ വളർത്തിക്കൊണ്ട് വരുവാൻ കഴിയണം. ഞാൻ പെട്ടെന്ന് ഹല്ലേലൂയ യോക്കേബേദിന്റെ ചില ക്വാളിറ്റീസ് പറഞ്ഞിട്ട് ദൈവം എനിക്ക് തന്ന ദൂതിലേക്ക് ഞാൻ വരാം. ഒന്നാമത്തെ കാര്യം, ഹല്ലേലൂയ അവള് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു സഹോദരിയായിരുന്നു. എങ്ങനെ അറിയാം? ഹല്ലേലൂയ, ലേവി ഗോത്രത്തിലെ പുരുഷൻ ലേവി ഗോത്രത്തിലെ സഹോദരിയെ വിവാഹം കഴിച്ചു. ആ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുമായിരുന്നു. അത് നടക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? നൈൽ നദിയിൽ എറിയുമായിരുന്നു. പ്ലീസ് ഗോഡ്. ഞാൻ പറയട്ടെ, ഇല്ലീഗലായിട്ടുള്ള യാതൊന്നിനും അവൾ തുനിഞ്ഞില്ല. അവൾ ഗർഭം ധരിച്ചു. അവൾ ആ കുഞ്ഞിനെ ചുമന്നു. അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ചു. എന്ത് മനസ്സിലാക്കുന്നു? ദൈവത്തെ ഭയപ്പെടുന്ന, പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു സഹോദരിയായിരുന്നു അവള്. രണ്ടാമത്, അവൾ ദൈവത്തിൽ ആശ്രയമുള്ള ഒരു സഹോദരിയായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ എന്നോട് തന്നെയും ആയിക്കൊള്ളട്ടെ. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ള അനേക വിടുതലുകളില്ലേ? പ്രൈസ് ഗോഡ്. എന്നിട്ടും ഇന്ന് അനുഭവിക്കുന്ന പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ആ വിഷയത്തെ ചൊല്ലി ഹല്ലേലൂയ നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിനത് വേദനയാ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നീ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല എന്നാണ്. ഹല്ലേലൂയ. ചെറിയ വിഷയത്തിൽ നമുക്ക് ഉത്തരം തന്നിട്ടുണ്ടെങ്കിൽ, വലിയ വിഷയത്തിൽ നമുക്ക് ഉത്തരം തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് ദൈവദാസിയെ നീ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നോ ആ വിഷയം ദൈവം കാണാതെയല്ല ഇരിക്കുന്നത്. നമ്മൾ കണ്ടല്ലോ, നമ്മൾ കേട്ടല്ലോ. ഹല്ലേലൂയ. ലേയെ യഹോവ കണ്ടു. പ്രൈസ് ഗോഡ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം കണ്ടുകൊണ്ടായിരിക്കുന്നത്. കാണുന്ന ദൈവമുണ്ടല്ലോ. ഹല്ലേലൂയ. ആ വിഷയത്തിന് നമുക്ക് വിടുതലും തരും. മൂന്നാമത്, അവളുടെ ഒരു ക്വാളിറ്റി, അവളെ വിശ്വാസമുള്ളൊരു സഹോദരിയായിരുന്നു. അന്നത്തെ ആ കാലഘട്ടം എന്ന് പറയുന്നത് ഇരുണ്ട ഒരു കാലഘട്ടമാണ്. ഡാർക്ക് കാലഘട്ടമാണ്. ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള, ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. നമുക്കറിയാം. പ്രൈസ് ഗോഡ്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനത്തെ ഫറവോൻ പീഡിപ്പിക്കുക. അന്നും ഇന്നും മാനസികമായിട്ട്, ശാരീരികമായിട്ട്, ആത്മീയമായിട്ട് ഞെരുക്കുന്ന പീഡ ദൈവജനം അനുഭവിക്കേണ്ടി വരും. പ്രൈസ് ഗോഡ്. എന്നാൽ അവിടെ നമ്മൾ കാണുന്നത് എന്തുവാ? പീഡിപ്പിക്കും തോറും ജനം വർദ്ധിച്ചു വന്നു. പീഡിപ്പിക്കുമ്പോൾ നമ്മുടെ സ്തോത്രം വർദ്ധിക്കുന്നുണ്ടോ? പീഡിപ്പിക്കുമ്പോൾ നമ്മുടെ ആരാധന വർദ്ധിക്കുന്നുണ്ടോ? പീഡിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന വർദ്ധിക്കുന്നുണ്ടോ? ദൈവപ്പൈതലേ, ഞാൻ പറയട്ടെ, അന്നുള്ള ഫറവോന്യ ശക്തി ഇന്നും ഫറവോന്യ നുഖങ്ങൾ നമ്മുടെ ചുമലിന്മേൽ വെച്ച് നമ്മുടെ തലയെ കുനിക്കുവാൻ ശ്രമിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ചില നുഖങ്ങൾ ഇന്ന് പകൽക്കാലം
പകൽക്കാലം ഒടിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. കാഠിന്യ നുഖങ്ങള്, ഹല്ലേലൂയ, പീഡിപ്പിക്കുന്ന നുഖങ്ങള്, പൈശാചികയുടെ ചില നുഖങ്ങള് ഇന്ന് പകൽക്കാലത്തെ ആരാധനയിൽ ഒടിഞ്ഞു മാറട്ടെ. ഓ നഗര ജനം സ്വതന്ത്രമാകട്ടെ. തല ഉയർത്താൻ പറ്റാതെ വേണം തല കുനിക്കുവാൻ നിൽക്കുന്ന പോരുകള് ഇന്ന് പകൽക്കാലം മാറിപ്പോട്ടെ. പ്രൈസ് ഗോഡ്. എന്നിട്ട് പറയുക, ജീവിതത്തെ കയ്പാക്കി, പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ജീവിതത്തെ കയ്പാക്കി. ഹല്ലേലൂയ. കയ്പിനെ മധുരമാക്കുന്ന ഒരു കർത്താവിനെയല്ലേ നാം സേവിക്കുന്നത്? ഹല്ലേലൂയ. നമ്മൾ അനുഭവിക്കുന്ന കയ്പ് അവന് മനസ്സിലാകത്തില്ലേ? ഹല്ലേലൂയ. അവന് മനസ്സിലാകും. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. പ്രൈസ് ഗോഡ്. കണ്ണുനീര് കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്താൽ കൂടി വന്നാൽ അതിനകത്ത് ഇച്ചിരി സോഡിയം ക്ലോറൈഡ് കാണും, ഇച്ചിരി ഉപ്പ് കാണും. എന്നാൽ കുഞ്ഞെ, നീയും ഞാനും ഒഴുക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, നമ്മുടെ ഗദ്ഗതമുണ്ടല്ലോ, നമ്മുടെ ദീർഘശ്വാസമുണ്ടല്ലോ, അതിൻ്റെ അർത്ഥങ്ങൾ മുഴുവനും ഒരു ലാബിൽ കൊടുത്താൽ എന്തെല്ലാം കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് കിട്ടുന്നോ അതുപോലെ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നും കിടക്കുക. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ ഞാൻ അതിലാക്കും. നമ്മുടെ ദൈവം രക്ഷയ്ക്കായി എഴുന്നേൽക്കുന്ന പകൽക്കാലമായി ഇന്ന് ഏത് വിഷയത്തിലാണ് ദേവദാസി നീ ഇന്ന് ഹല്ലേലൂയ വേദനിച്ച് കടന്നു വന്നിരിക്കുന്നത്? ഏത് വിഷയത്തിലാ ദേവദാസി ഈ 2-3 ദിവസങ്ങൾക്കുള്ളിൽ നീ കടന്ന് കരഞ്ഞത്? നിന്റെ തലയുടെ നനഞ്ഞത് ദൈവം കണ്ടുകെട്ടോ. എന്തിനാ നനഞ്ഞതെന്ന് ദൈവം കണ്ടുകെട്ടോ. നീ വിശ്വസിക്ക, നീ അവനെ വിശ്വസിക്ക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ നിന്റെ കണ്ണുനീർ തീർച്ചയായും തുടയ്ക്കും. പ്രൈസ് ഗോഡ്. അപ്പം ഹല്ലേലൂയ. ആദ്യം സ്തുതികർമ്മിണികളോട് പറഞ്ഞു ജനിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലണമെന്ന്. അതിനുശേഷം ഹല്ലേലൂയ സ്തുതികർമ്മികൾ എബ്രായ സ്ത്രീകൾ തെറമുള്ളവളായിരുന്നു പറഞ്ഞ ആ ഒരു സംഗതി നടക്കാതിരുന്നപ്പോൾ ഇവരെയൊക്കെയും നൈൽ നദിയിൽ, പ്രൈസ് ഗോഡ്, ജനിക്കുന്ന ആൺകുട്ടികളെയൊക്കെയും നൈൽ നദിയിലേക്ക് എറിഞ്ഞു കളയണമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വില്യം ജെയിംസ് എന്ന് പറയുന്ന ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഓരോ കുഞ്ഞും ജനിക്കുന്നത് വിത്ത് എ ബണ്ടിൽ ഓഫ് പോസിബിലിറ്റീസ്. അനേക കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് പ്ലാനും പദ്ധതിയോടും കൂടിയാ ഓരോ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ ദൈവം ഏൽപ്പിച്ചത്. പ്രൈസ് ഗോഡ്. പക്ഷെങ്കിൽ ഈ വില്യം ജെയിംസ് പറയുന്നത് ഏതമ്മയുടെയിലായി ഈ കുഞ്ഞ് കിട്ടുന്നതെന്നുള്ളതാ വിഷയമെന്ന്. ഹല്ലേലൂയ. ആ വാക്യത്തിന്, ആ വാചകത്തിന്, അദ്ദേഹത്തിൻ്റെ ആ കോട്ടിന് വലിയ അർത്ഥമുണ്ട്. ഏതമ്മയുടെ കയ്യിൽ ആ കുഞ്ഞിനെ കിട്ടുന്നത്? ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ ദൈവം ഏൽപ്പിച്ച കുഞ്ഞുങ്ങളെ ദൈവത്തിന് പ്രയോജനമുള്ളവരായി വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് ഹല്ലേലൂയ കഴിയണം. അടുത്തത് 4-ാമത്തേത്, ഹല്ലേലൂയ, അവൾ ധൈര്യശാലിയായിരുന്നു. നിങ്ങളൊന്ന് ഓർത്തേ, കൂടാരത്തിന് ചുറ്റും പട്ടാളക്കാർ നടക്കുക, വിട്ടിരിക്കുക ഫറവോൻ. എന്തിനാ? ആൺകുഞ്ഞുങ്ങൾ എവിടെയുണ്ടെങ്കിലും പിടിച്ചതിനെ നൈൽ നദിയിൽ എറിയണമെന്നും പറഞ്ഞ് കൂടാരത്തിന് ചുറ്റും നടക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആ കൂടാരത്തിനകത്ത് അമ്മ ഈ കുഞ്ഞിനെ വളർത്തുവാൻ ഒരുമ്പെട്ടു. ഹല്ലേലൂയ. ധൈര്യമില്ലെങ്കിൽ പറ്റുമോ? ഹല്ലേലൂയ. സൂക്ഷ്മതയോടെ അല്ലാണ്ട് വളർത്തുവാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. അടുത്തത് ഞാൻ പറയാം. ആ അമ്മ യോക്കേബേദ് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. വളരെ സെൻസിറ്റീവായിട്ടുള്ള, അതായത് എല്ലാം ഗ്രഹിപ്പാൻ കഴിവുള്ള ഒരു അമ്മയായിരുന്നു. ഹല്ലേലൂയ. അവൾ ഹല്ലേലൂയ മനസ്സിലാക്കി ഈ കുഞ്ഞ് സുന്ദരനെന്ന്. ദൈവദാസിമാരെ ഞാൻ പറയട്ടെ, ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാനത് ഹല്ലേലൂയ അടുത്ത ദിവസമാണ് കണ്ടത്. ഹല്ലേലൂയ. ശിശു ദിവ്യ സുന്ദരൻ എന്ന് ദൈവം കണ്ടു. ഹല്ലേലൂയ. എന്നെയും നിന്നെയും ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചുണ്ടല്ലോ ദൈവത്തിന് വലിയ പ്ലാനുണ്ട്. പ്രൈസ് ലോർഡ്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ആ പാരമ്പര്യ പോരാട്ടമായി കൊച്ചിന് കിട്ടിയിരിക്കുന്നെന്ന്. ഞാൻ പറഞ്ഞു, മേലോൽ ഇനി അങ്ങനെ പറഞ്ഞു പോകരുത്. പ്രൈസ് ഗോഡ്. എന്ത് പാരമ്പര്യ പോരാട്ടം! നമ്മൾ പറയുന്നത് പോലെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമ്മുടെ കുഞ്ഞുങ്ങളായിത്തീരുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ബൈബിളിൽ കുറേ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇങ്ങനെയുണ്ട്. അത്ഭുത ലക്ഷണ പുരുഷന്മാർ, യഹോവയ്ക്ക് ബോധിച്ച പുരുഷന്മാർ, മാന്യർ, ഗുപ്തർ,
ഹല്ലേലൂയ, ഉത്കൃഷ്ടമാനസർ, ആശ്വാസപ്രദർ, വാർദ്ധക്യത്തിൽ പോഷകർ, ഹല്ലേലൂയ, അങ്ങനെ കുറേ വാക്യങ്ങൾ ഹല്ലേലൂയ ഞാൻ എൻ്റെ പ്രയർ ഡയറിയിൽ എഴുതിയിട്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഉരുവിടും. പ്രൈസ് ഗോഡ്. ദൈവ പൈതലേ, മാതൃകാ മുദ്രകൾ, വിശ്രമ പുരുഷന്മാർ, പറ, നിന്റെ കുഞ്ഞിനെ നോക്കി അങ്ങനെ പറ. പ്രൈസ് ഗോഡ്. ഈ അമ്മ ഒരു പ്ലാനറായിരുന്നു. ഈ അമ്മ ആ കുഞ്ഞിനെ സൂക്ഷിച്ചു. യോക്കെബേദ്. അതുകൊണ്ട് എന്തു പറ്റി? പ്രൈസ് ഗോഡ്. ഈ കുഞ്ഞ് ദൈവത്തിന് പ്രയോജനമുള്ളവനായിട്ട് വളർന്നു വന്നു. അതുകൊണ്ട് ഈ നാളില് നമുക്ക് നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടിന് ഒരു വ്യത്യാസം ഉണ്ടായേ പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്. പിന്നീട് ഒരു കാര്യമുണ്ട്. ഈ അമ്മ, ഞാൻ പറഞ്ഞല്ലോ, സെൻസിറ്റീവ് ആയിരുന്നു. ഈ അമ്മ വളരെ സെൻസിബിൾ ആയിരുന്നു. പ്രൈസ് ഗോഡ്. വളരെ വകതിരിവുള്ളൊരു അമ്മയായിരുന്നു. ഒന്നോർത്ത് നോക്കിക്കേ, 3 മാസം കൂടാരത്തിനകത്ത്, ഓർത്തോണം, കൂടാരത്തിന് ചുറ്റും, ഹല്ലേലൂയ, കൂടാരം നിങ്ങളുടെ മനസ്സിലൊന്ന് കണ്ടേ, വലിയ വീടൊന്നും അല്ല കേട്ടോ. പട്ടാളക്കാരിങ്ങനെ റോന്തി ചുറ്റി നടക്കുക. ഒച്ച കേൾപ്പിക്കാതെ, കരയിക്കാതെ ഒരു കുഞ്ഞിനെ 3 മാസം വളർത്താൻ പറ്റുമോ? ഞാൻ വിചാരിക്കുന്നത് ആ അമ്മ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടത്തി കാണും. നെഞ്ചോട് ചേർത്ത് താഴെ വെച്ചോന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ഗോഡ്. ആത്മാവിൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചത് ഞാൻ നിങ്ങളോട് പറയുക. കരയുവാൻ സമ്മതിച്ചില്ല. ഞാൻ പറയട്ടെ, നമ്മൾ മുമ്പേ കേട്ടല്ലോ വാഗ്ദത്തത്തിന്റെ കാര്യം. എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന വാഗ്ദത്തം, അതൊന്ന് നെഞ്ചോട് ചേർത്തു പിടിച്ച് ദൈവദാസി അതിന്റെ പൂർത്തീകരണം കാണുന്നത് വരെ, ഹല്ലേലൂയ, അതിന്റെ നിവർത്തീകരണം നമ്മൾ പ്രാപിക്കുന്നത് വരെ നെഞ്ചോട് ചേർത്ത് ഹല്ലേലൂയ കൊണ്ട് നടക്കുവാൻ നിനക്ക് പറ്റുമോ? ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. ഞാൻ സാധാരണ പറയുന്ന ചില ഉദാഹരണമുണ്ട്. ഈ പെൻഗ്വിൻ എന്ന് പറയുന്ന പക്ഷിയില് ആൺപക്ഷിയാണ് മുട്ടയ്ക്ക് അടയിരിക്കുന്നത്. പെൺപക്ഷി മുട്ടയിടും. അതിനുശേഷം ആ സീഷോറിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടാക്കി ഈ മുട്ടയുടെ മുകളിൽ ആൺ പെൻഗ്വിൻ പക്ഷി മുട്ടയുടെ മുകളിൽ 60 ദിവസം അടയിരിക്കും. അതിൻ്റെ കാലിങ്ങനെ വെബ്ഡ് ഫീറ്റാ, താറാവിൻ്റെ ഒക്കെ കാല് പോലെ. അത് അതിൻ്റെ മേൽ വെച്ച് അതിന് ചൂട് കൊടുത്തുകൊണ്ടിരിക്കും ആൺപക്ഷി. കാറ്റ് വരും, മഴ വരും, പൊടിക്കാറ്റ് വരും, തണുപ്പ് വരും, ശൈത്യം, ശീതം ഒക്കെ വന്നാലും ഈ ആൺപക്ഷി ഭക്ഷണം പോലും കഴിക്കത്തില്ല. 60 ദിവസം ഈ മുട്ട വിരിയുന്നത് വരെയും അവിടെ കാവലായി നിൽക്കും. എന്തു മനസ്സിലായി? അതിനറിയാം, ആ പക്ഷിക്കറിയാം, 60 ദിവസം കഴിയുമ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് ചില ജീവന്റെ തുടിപ്പുകൾ പുറത്തു വരുമെന്ന്. പ്രിയ ദൈവദാസി, നിനക്കൊരു ദൂത് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ പ്രതികൂലത്തിന്റെ മധ്യേ നിനക്കൊന്ന് നിൽക്കാൻ പറ്റുമോ? whatever be the situation, whatever be the circumstances, can you stand on the promises of God? Hallelujah. ഇംഗ്ലീഷിൽ ഒരു പാട്ടുണ്ടല്ലോ, standing on the promises of God. ഉടരമലരകടകതല ശിഖലബൗഡകരം തല ബൗഡകരം തല ജീവോരം ദീഗോരോഗ ശിഖോരോഗ ശിഖോന ദീപൽകാര ധീരരൗഡ റീബരബ. വാഗ്ദത്തങ്ങൾ, വാഗ്ദത്തങ്ങൾ, ഓ പഴയ വാഗ്ദത്തങ്ങൾ, മറന്നുപോയ വാഗ്ദത്തങ്ങൾ. ഉറബ ശധൂരമനരകട ഗദന ശംദന ജൂഡകരൗഡ ഉടാരബ ശംദരബ. അതിന്റെ പൂർത്തീകരണം നടക്കട്ടെ. തടഞ്ഞു വെച്ചിരിക്കുന്ന കല്ലുകൾ ഉരുണ്ടു മാറിയതായി കാണട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ സിറ്റുവേഷൻ എന്താണെങ്കിലും ആയിക്കൊള്ളട്ടെ, ദൈവം ഹല്ലേലൂയ അതിന്റെ പൂർത്തീകരണം കാണിക്കും. പഴയ ഹല്ലേലൂയ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ഹല്ലേലൂയ ഒരു പ്രാസംഗികനാ C.S. Spurgeon. എനിക്ക് ആ C.S. Spurgeonന്റെ കോട്സ് ഹല്ലേലൂയ ഞാൻ ദൈവാത്മാവ് ഇത് ഓർപ്പിക്കുന്നുകൊണ്ട് പറയുക. ഇതൊന്നും ഞാൻ നോട്ട് ചെയ്തതല്ല. C.S. Spurgeon ഒത്തിരി കാര്യങ്ങൾ പറയും. C.S. Spurgeon പറയും, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഓരോ വാഗ്ദത്തങ്ങളും ബാലസിംഹം പോലാന്ന്. എനിക്ക് ആദ്യം അതിന്റെ അർത്ഥം മനസ്സിലായില്ല. ഹല്ലേലൂയ, ഓരോ വാഗ്ദത്തങ്ങളും ഹല്ലേലൂയ സുസ്മ സിസ്റ്ററെ ഒരു ബാലസിംഹം പോലെ. എന്നാന്നറിയാമോ? ഈ ബാലസിംഹത്തിന് ആരെങ്കിലും ഹല്ലേലൂയ ഇര വിട്ടു കൊടുക്കണോ? ഒരു കോഴിയെ കൊണ്ടുവന്ന് ബാലസിംഹത്തിന് കൊടുക്കണോ? ഒരാട്ടുകുഞ്ഞിനെ തല്ലിക്കൊന്ന് സിംഹത്തിന് ബാലസിംഹത്തിന് കൊടുക്കണോ? വേണ്ട. പക്ഷെ നീ എന്ത് ചെയ്യണം? നീ അതിനെ കൂട് തുറന്നു വിടണം.
നിന്റെ വാഗ്ദത്തം നീ ഉച്ചത്തിൽ പറയണം. നിന്റെ വാഗ്ദത്തം നീ വാതുറന്ന് വാഗ്ദത്തങ്ങളെ ഓർമ്മിപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. യെശയ്യാ പ്രവചനം പറയുന്നതാ. പ്രൈസ് ഗോഡ്. വാഗ്ദത്തങ്ങളെ ഓർപ്പിക്കണം, 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 ഓർപ്പിക്കണം. അല്ലേ ദൈവം ചെയ്യും. ദൈവത്തിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല കേട്ടോ. ദൈവത്തിന്റെ ഭാഗത്ത് ഒരു കുറവുമില്ല. ദൈവം ചെയ്യും. പക്ഷെ നീ ഓർമ്മിപ്പിക്കണം. എന്തുവാ പറയുന്നത് യെശയ്യാ പ്രവചനം? ഞാനതിനെ പ്രശംസാ വിഷയമാക്കുവോളും അതിനെ യഥാസ്ഥാനപ്പെടുത്തുവോളും നീ വിശ്രമിക്കരുത്. കുഞ്ഞെ, നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ദൈവദാസി, നിന്നെ ഹല്ലേലൂയ പ്രശംസാ വിഷയമാക്കുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. യെരൂശലേമേ, നിന്നെ കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അരുളി ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഈ രണ്ടാമതിരിക്കുന്ന ദൈവ പൈതലേ, നിന്നെ കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. അല്ല, ഓർത്തെടുക്ക. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മളെ പ്രശംസാ വിഷയമാക്കും. നമ്മെ അവൻ യഥാസ്ഥാനപ്പെടുത്തും. He will restore us. ഹല്ലേലൂയ. നമ്മെ പ്രശംസാ വിഷയമാക്കും. ഓക്കെ, ഞാൻ യോക്കേബേദിലേക്ക് തന്നെ വരട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഹല്ലേലൂയ. ഇവള് വളരെ സെൻസിബിൾ ആയിരുന്നു. ഇവളൊരു പ്ലാനർ ആയിരുന്നു. കാരണം ഹല്ലേലൂയ, അനേക കുഞ്ഞുങ്ങളെ നൈൽ നദി മിഴുങ്ങിക്കളഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇടയിലെ ദുഷ്ടജന്തുവിനെ ഹല്ലേലൂയ അതിനിരയായി അനേക കുഞ്ഞുങ്ങൾ തീർന്നപ്പോൾ ഞാനിങ്ങനെ പറയുക, ക്രോക്കഡൈലിന്റെ ഫുഡായിട്ട് മാറി അനേക കുഞ്ഞുങ്ങള്. ഇവളെന്ത് ചെയ്തു? ഇവള് ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഞാങ്ങളെ വെട്ടിക്കൊണ്ടുവന്ന് പ്രൈസ് ഗോഡ് പശയും കീലുമൊക്കെ തേച്ച് നമുക്കറിയാം ഞാങ്ങളെ പെട്ടകമുണ്ടാക്കിയെന്ന്. പ്രൈസ് ഗോഡ്. ഈ നാളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥനയുടെ ഞാങ്ങളെ പെട്ടകം, ഉപവാസത്തിന്റെ പെട്ടകം, ഹല്ലേലൂയ പ്രാർത്ഥനയുടെ പെട്ടകം, ഹല്ലേലൂയ ആരാധനയുടെ പെട്ടകം, വാഗ്ദത്തങ്ങളുടെ പെട്ടകം ഉണ്ടാക്കി ഹല്ലേലൂയ ദൈവമേൽപ്പിച്ച കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ആരംഭിക്കുക ദേവദാസി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ചെയ്തു. എന്ത് ചെയ്തു? ഹല്ലേലൂയ, മോളെ അവിടെ കാവൽ നിർത്തി. ഷീ ഈസ് വെരി സെൻസിബിൾ. പ്രൈസ് ഗോഡ്. അടുത്തത് പ്രൈസ് ഗോഡ്. ഞാനിപ്പോൾ 5 പറഞ്ഞു കേട്ടോ. ഹല്ലേലൂയ. നോട്ട് ചെയ്തവർക്കറിയാം. അവളൊരു ഷീ ഈസ് എ സാക്രിഫൈസിങ് വുമൺ. പ്രൈസ് ഗോഡ്. എന്ത് ചെയ്തു? 3 കുഞ്ഞുങ്ങളെയും ദൈവത്തിന് കൊടുത്തു. മക്കൾ സുവിശേഷ വേലയൊക്കെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമല്ലേ? പ്രൈസ് ഗോഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങള്, നമ്മുടെ എല്ലാവരും, ഞാൻ എന്നെ കൂടെ ചേർത്ത് പറയുക, പ്രൈസ് ഗോഡ്, കർത്താവിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിര്. അവർ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരായിട്ട് ദേശത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ദൈവത്തിന് പ്രയോജനമുള്ളവരായിട്ട് ആ കുഞ്ഞുങ്ങൾ തീരട്ടെ. അടുത്തത് പ്രൈസ് ഗോഡ്, അവളൊരു പ്രൂഡൻറ്റ് വുമൺ ആയിരുന്നു. പ്രൂഡൻറ്റ് വുമൺ എന്ന് പറഞ്ഞാൽ ദീർഘദൃഷ്ടിയുള്ള ഒരു സഹോദരിയായിരുന്നു. ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നതുകൊണ്ട് എന്തു പറ്റി? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവള് മറ്റേ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കാണും. ഈ കുഞ്ഞിനെ വളർത്തുമല്ലേ 3 മാസം. മൂത്ത 2 പേരുണ്ടല്ലോ, മോശയും അഹരോനും മിരിയാമും പറഞ്ഞു കാണും. പ്രൈസ് ഗോഡ്. മക്കളെ, നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത്. തീർച്ചയായിട്ടും ഈ കുഞ്ഞിനെ കരയിപ്പിക്കരുത്. കുഞ്ഞുങ്ങളോട് പറഞ്ഞു കാണും, നിങ്ങൾ പുറത്തു പോകുമ്പോൾ. ഹല്ലേലൂയ. ഇവള് ഭയങ്കര ധൈര്യശാലിയായിരുന്നു. കാരണം ഇവളെ ഗർഭിണിയായിട്ട് കണ്ടവർ കാണും. അതിനുശേഷമാ ഹല്ലേലൂയ നമ്മൾ വായിച്ചാൽ മതി ആ അധ്യായം. ലേവി ഗോത്രത്തിലെ ഒരു പുരുഷൻ ലേവി ഗോത്രത്തിലെ ഒരു കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ആ കൂടാരത്തിന് ചുറ്റും പുറത്തുമൊക്കെ ഇറങ്ങി നടന്നു കാണും. ഹല്ലേലൂയ. അവൾക്കൊരു കുഞ്ഞുണ്ടായെന്ന് ബാക്കിയുള്ളവർക്കൊക്കെ തോന്നത്തക്കവണ്ണമായി കാണും. എന്നാലും ദീർഘദൃഷ്ടിയോടെ അവൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കാണും, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പുറത്തു പോകുമ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആരോടും പറയരുതേ ഇവിടെ ഒരു കുഞ്ഞുണ്ടെന്ന്. അങ്ങനെ അവൾ ആ കുഞ്ഞിനെ വളർത്തുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. അവൾ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിച്ചു എന്ന് അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ അവൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു കാണും. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കാണും. അവർ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു കാണും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രാർത്ഥിച്ചില്ലെന്ന്? പ്രൈസ് ഗോഡ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പ്രൈസ് ഗോഡ് നിങ്ങൾ വായിക്കണം. അത് തന്നെ ഒരു വലിയ പ്രസംഗമാണ്. ഞാൻ അതിനകത്തെ 2 കാര്യങ്ങൾ മാത്രം പറയാം.
കുഞ്ഞുങ്ങളെ വളർത്തുന്ന മാതാക്കളോട് ഞാൻ 2 കാര്യം മാത്രം പറയാം. അതിനകത്ത് 2 പ്രിൻസിപ്പിളുണ്ട്. ഒന്ന് ടീച്ച് ആൻഡ് ടോക്ക് പ്രിൻസിപ്പിൾ, അതായത് സംസാരിക്കണം, പഠിപ്പിക്കണം, ഉപദേശിക്കണം. ടീച്ച് ആൻഡ് ടോക്ക് പ്രിൻസിപ്പിൾ. ടീച്ച് ചെയ്യണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, കുഞ്ഞുങ്ങളോട് അതേക്കുറിച്ച് സംസാരിക്കണം. അതായത് പറയുന്നുണ്ട്, നീ വീട്ടിലിരിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒക്കെ അവയെക്കുറിച്ച് സംസാരിക്കണം. കുഞ്ഞുങ്ങൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം. ടീച്ച് ആൻഡ് ടോക്ക് പ്രിൻസിപ്പിൾ. രണ്ടാമത്തേത് എന്താണെന്നറിയാമോ? റൈറ്റ് ആൻഡ് ബൈൻഡ് പ്രിൻസിപ്പിൾ. എഴുതണം, എന്നിട്ട് ബൈൻഡ് ചെയ്യണം. എന്തോ പറയുന്നത്? നെറ്റിമേൽ പട്ടമായി, പ്രൈസ് ഗോഡ്, നെറ്റിമേൽ പട്ടമായത് എഴുതണം. ഹല്ലേലൂയ. എന്നിട്ട് കട്ടളക്കാലിന്മേലും പടിവാതിലിന്മേലും അത് എഴുതി വെക്കണം. ഹല്ലേലൂയ. കെട്ടിവെക്കണം, എഴുതി വെക്കണം. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൊച്ചു പിള്ളേരൊക്കെ സാക്ഷ്യം ഞായറാഴ്ച പറയും. ഒരിക്കലൊരു സാക്ഷ്യം, ഒരു വാക്യം പഠിപ്പിച്ചു കൊടുത്താൽ പിന്നീട് ആ വാക്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുന്നുണ്ട്. ഒരാഴ്ച ഒരു വാക്യം പറഞ്ഞാൽ കൊച്ചു പിള്ളേരാണെങ്കിൽ ആ ആഴ്ച മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് ആ വാക്യം ചോദിക്കണം. അതെന്താണെന്ന് അവർക്ക് വിവരിച്ചു കൊടുക്കണം, എന്താണെന്ന് അവർക്ക് പറഞ്ഞും കൊടുക്കണം. പ്ലീസ് ഗോഡ്. ഞാൻ ഈ അടുത്തിടെ ഹല്ലേലൂയ മദർഹുഡിനെ കുറിച്ച് ഒരു ക്ലാസ് എടുത്തപ്പോൾ ഹല്ലേലൂയ ഞാൻ എൻ്റെ കൊച്ചുമോൻ്റെ ഒരു ഉദാഹരണം പറയുവാൻ തക്കവണ്ണമിടയായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരിക്കൽ പ്രൈസ് ഗോഡ് അവർ പുറത്താ, ഞാൻ ഒരു ദിവസം അവൻ്റെ കൂടെ തന്നെ ബെഡ്റൂമിൽ നിൽക്കുക. കുഞ്ഞു വച്ചാ, പ്രൈസ് ഗോഡ്, 5 വയസ്സേ ഉള്ളൂ. അവൻ കട്ടിലേന്ന് ഡ്രസ്സിങ് ടേബിളിൻ്റെ അവിടുത്തെ സ്റ്റൂളിലോട്ട് ഒരു ചാട്ടം ചാടി. സ്റ്റൂൾ ഇങ്ങനെ അങ്ങ് കുടുങ്ങി ഇളകി, വീണില്ല. പക്ഷെങ്കിൽ അപ്പം എന്നോട് പറയുവാ, മമ്മമാ ഉയരത്തിന്ന് കൈ നീട്ടി അവൻ പിടിച്ചു. പ്രൈസ് ഗോഡ്. ദൈവ പൈതലേ, കുഞ്ഞുങ്ങളോട് വാക്യം പറഞ്ഞു കൊടുത്താൽ, അതിനെക്കുറിച്ച് സംസാരിച്ചു കൊടുത്താൽ, അവരെ അത് ഓർപ്പിച്ചു കൊടുത്താൽ പ്രയോജനമുണ്ടാകുമോ? ഉണ്ടാകും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതാ. അപ്പോൾ ഇവള് പ്രാർത്ഥിക്കുന്നവളായിരുന്നു, ഇവളിതേക്കുറിച്ച് സംസാരിക്കുന്നവളായിരുന്നു, അതേക്കുറിച്ച് അവൾ അമ്മയോട് പറയുന്നവളായിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അടുത്തത് പെട്ടെന്ന് പോകാം. ലെറ്റ് ഗോ ഓഫ് മദർ. വിട്ടുകൊടുക്കാൻ മനസ്സുള്ള അമ്മയായിരുന്നു. അവിടെ വിട്ടുകൊടുക്കാൻ മനസ്സായിരുന്നു, അല്ലേ? ഏത് കൊട്ടാരത്തിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടോ അതേ കൊട്ടാരത്തിൽ ആ കുഞ്ഞിനെ വളർത്തുവാൻ തക്കവണ്ണം പ്രൈസ് ഗോഡ് അവൾ വിട്ടുകൊടുത്തു. അവൾക്ക് ശമ്പളം കിട്ടിയല്ലേ? പ്രൈസ് ഗോഡ്. വിട്ടുകൊടുക്കുവാൻ മനസ്സുള്ള ഒരു മാതാവായിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഹല്ലേലൂയ. എനിക്കറിയാം, ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്യാനും എന്തെല്ലാം കാര്യങ്ങൾ ഒരു സഭയുടെ ഹല്ലേലൂയ പ്രസംഗിക്കുന്ന അല്ലല്ലോ ശുശ്രൂഷ. എന്തെല്ലാം മിനിസ്ട്രികളുണ്ട്. പണ്ട് ഖാനവച്ചൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. എല്ലാവർക്കും മിനിസ്ട്രി ഇഷ്ടമാ, പക്ഷെ ആർക്കും മിനിയാകാൻ ഇഷ്ടമില്ല. മനസ്സിലായല്ലോ അർത്ഥം? ഹല്ലേലൂയ. ഇവളുടെ വേറൊരു ഗുണം, അവൾ ഒരു ട്രെയിനിങ് മദറായിരുന്നു. ട്രെയിനിങ് കൊടുക്കുന്ന ഒരു അമ്മയായിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ കുഞ്ഞിന് മുല കൊടുക്കുവാൻ അവൾ പോയി ശമ്പളം മേടിച്ചു. അന്നത്തെ കാലത്തൊക്കെ 4 വയസ്സ് 5 വയസ്സ് വരെയൊക്കെയും മുല കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തും. ആ സമയത്തെല്ലാം ഈ അമ്മ ഈ കുഞ്ഞിനോട് എബ്രായരുടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരിക്കലും 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 ഹല്ലേലൂയ ഒരു എബ്രായനെ മിസ്രൈമിനെ അടിക്കുന്നത് കാണുമ്പോൾ മോശ ചെന്ന് ഹല്ലേലൂയ മിസ്രൈമിനെ കൊല്ലത്തില്ലായിരുന്നു. എബ്രായരുടെ ദൈവത്തെക്കുറിച്ച് ഹല്ലേലൂയ, പെന്തക്കോസ്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഹല്ലേലൂയ, പെന്തക്കോസ്ത് ആരാധനയെക്കുറിച്ച്, പെന്തക്കോസ്തുകാരുടെ വിശുദ്ധിയെക്കുറിച്ച്, പെന്തക്കോസ്തുകാരുടെ വേർപാടിനെക്കുറിച്ച്, പെന്തക്കോസ്തിന്റെ കഴിഞ്ഞ തലമുറയെക്കുറിച്ച് ഹല്ലേലൂയ ഓർപ്പിക്കുവാൻ, അതേക്കുറിച്ചുള്ളൊരു ട്രെയിനിങ് കൊടുക്കുവാൻ തക്കവണ്ണം പ്രൈസ് ഗോഡ് നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം. ഇവള് ഹല്ലേലൂയ ഞാങ്ങണ കൊണ്ടൊരു പെട്ടകമുണ്ടാക്കി. അവളുടെ കൈ വെച്ച് അവളൊരു പെട്ടകമുണ്ടാക്കി. ഹല്ലേലൂയ. ഞാൻ പയ്യെ ചുരുക്കിക്കൊണ്ടുവരുക. സദൃശ്യവാക്യം 31-ാം അധ്യായം വായിക്കുമ്പോൾ അനേക കാര്യങ്ങൾ കൈകൊണ്ട് ചെയ്യുന്നത് ഒരു സഹോദരിയെക്കുറിച്ച്, ഒരു സാമർഥ്യമുള്ള ഭാര്യയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അവൾ രാവിലെ എഴുന്നേൽക്കും. ഹല്ലേലൂയ. അവൾ അവളുടെ കൈവേല കൊണ്ട് ഹല്ലേലൂയ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും. അവളൊരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കും. അവൾ ഭുജങ്ങളെ ശക്തീകരിക്കും. പ്രൈസ് ഗോഡ്. അവളുടെ വിരൽ കതിർ പിടിക്കും. ഹല്ലേലൂയ. അവൾ വിടുതലയ്ക്ക് കൈ നീട്ടും. അവളുടെ കൈ അവൾ എളിയവർക്ക് തുറക്കും. പ്രൈസ് ഗോഡ്. അവളുടെ കൈ ദരിദ്രന്മാരുടെ നേരെ നീട്ടും. ദേവദാസന്മാരെ, കൈ ഉയർത്തി ആരാധിക്കുമ്പോൾ മനസ്സിലാക്കണം കേട്ടോ, നമ്മുടെ ഈ കൈക്ക്
ഒത്തിരി ഹല്ലേലൂയ, ഒത്തിരി 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 വിലയുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ കൈകൾ ദൈവസന്നിധിയിൽ വിശുദ്ധമായിരിക്കട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്തു പറ്റി? ഈ മോശ പ്രൈസ് ഗോഡ് മുൾപ്പടർപ്പിൽ വെച്ച് നിയോഗം ഏറ്റെടുക്കുന്ന സമയത്ത് ഈ അമ്മ കാണത്തില്ല, ഉറപ്പാ. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവ മഹത്വം ചുമന്ന ഈ അമ്മയുടെ, യാഹ്വേ ഈസ് ഗ്ലോറി എന്നാണ് ഈ യോക്കേബേദ് എന്ന വാക്കിന്റെ അർത്ഥം. ദൈവ മഹത്വം ചുമന്ന ഈ അമ്മയുടെ മകനുണ്ടല്ലോ, മുൾപ്പടർപ്പിൽ വെച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ നിയോഗം ഏറ്റെടുക്കുക. തുടക്കത്തിൽ നമ്മൾ മറിയയുടെ കാര്യം കേട്ടല്ലോ, ആ കല്ലറയുടെ കാര്യം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആശ പറഞ്ഞു, അധ്യക്ഷപ്രസംഗങ്ങൾ കർത്തദാസൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്. എത്ര അനിഷ്ടമായിട്ടുള്ള അനുഭവങ്ങളിൽ കൂടി പോയാലും ശ്രേഷ്ഠമായി അതിനെ ആക്കുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ കേട്ടു. പ്രൈസ് ഗോഡ്. എന്നാൽ ഹല്ലേലൂയ തൻ്റെ മകൻ ദൈവത്താലുള്ള നിയോഗം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ഗോഡ്. ദൈവ മഹത്വം നമ്മളിൽ വസിക്കണം. ഹല്ലേലൂയ. എന്നാൽ 2-3 കാര്യങ്ങൾ അവിടെ ഒരു വാർണിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കാം. ഈ ദൈവമഹത്വം നമ്മളിൽ നിന്ന് വിട്ടുപോകാതെ സൂക്ഷിച്ചോണം. ഗ്ലോറി ഗ്ലോറി പറയാനും ദൈവമഹത്വം ചുമക്കുവാനും ഒക്കെ നമുക്ക് ഇഷ്ടമാണ്. ദൈവമഹത്വം നാം മുഖാന്തരം, നമ്മുടെ കുടുംബം മുഖാന്തരം, നമ്മുടെ സഭ മുഖാന്തരം ഉരുവായി വരുന്നതും നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ദൈവദാസിമാരെ, ഹല്ലേലൂയ, ഈ മഹത്വം നമ്മളെ വിട്ടുപോകും. എപ്പോഴാണെന്നറിയാമോ? ഏലിയുടെ പുരോഹിതന്മാർ നീചന്മാരായി നടന്നു, യഹോവയെ ഓർക്കാത്തവരായിട്ട് നടന്നു. എന്നാൽ മനസ്സിലാക്കണമേ, ഹല്ലേലൂയ, പെട്ടകം പിടിവിട്ടുപോയി. പ്രൈസ് ഗോഡ്. ഫിനെഹാസ് മരിച്ചു. ഫിനെഹാസിന്റെ ഭാര്യ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ഒരു പേരിട്ടു, ഈഖാബോദ്. മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയി. നമ്മുടെ ഭവനങ്ങളിൽ ഒരു ഈഖാബോദ് ഉണ്ടാകുവാൻ ഇടയാകരുത്. നമ്മുടെ സഭകളിൽ ഒരു ഈഖാബോദ് ഉണ്ടാകുവാൻ ഇടയാകരുത്. മഹത്വം വേർപെട്ടു പോകും. ഡിപ്പാർട്ടഡ് ഗ്ലോറി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഡിപ്പാർട്ടഡ് ഗ്ലോറി എന്ന് ഹെഡിങ് ഇട്ട് നിങ്ങൾ പഠിക്കുക. ഒത്തിരി കാര്യങ്ങളുണ്ട്. രണ്ടാമത് ഡൈവേർട്ടഡ് ഗ്ലോറി. ദൈവം നമ്മളെ ഗ്ലോറി ധരിപ്പിച്ചെങ്കിലും, മഹത്വം അണിയിച്ചെങ്കിലും അത് ഡൈവേർട്ട് ചെയ്തു പോകും. ശൗലിന് അഭിഷേകം കൊടുത്തതാ. പ്രൈസ് ഗോഡ്. അഭിഷേകം കൊടുത്തത് എന്തിനാ? പേരെടുക്കാനല്ല, പ്രസംഗിക്കാനല്ല, ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറയാനല്ല. പ്രൈസ് ഗോഡ്. എന്നാൽ ആ മഹത്വം നിന്നോ? ദാവീദ് 1000 കൊന്നു, അല്ലെ ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തു പറ്റി? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവന് കോപം വന്നു, അവന് അനിഷ്ടമായി, അവന് കണ്ണുകടി തുടങ്ങി. സ്റ്റെപ്പൊന്ന് നോക്കണേ. ദൈവത്തിൽ നിന്നുള്ള ദുരാത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ ഉറഞ്ഞു തുള്ളി. എന്തു പറ്റി? ശൗല് പട്ടുപോയി. ഡൈവേർട്ടഡ് ഗ്ലോറി. അപ്പം ഡിപ്പാർട്ടഡ് ഗ്ലോറി വിവരിക്കാൻ എനിക്ക് നേരമില്ല. ഡൈവേർട്ടഡ് ഗ്ലോറി. പ്രൈസ് ഗോഡ്. മൂന്നാമത് ഡീറേഞ്ച്ഡ് ഗ്ലോറി. താറുമാറാക്കപ്പെട്ട മഹത്വം. യേശാവിന് ജ്യേഷ്ഠാവകാശം കൊടുത്തതാ. ഹല്ലേലൂയ. എന്നാൽ ആ ജ്യേഷ്ഠാവകാശം നിലനിന്നില്ല. പ്രൈസ് ഗോഡ്. എന്തു പറ്റി? പായസത്തിന് വെച്ചു മാറി. താറുമാറാക്കപ്പെട്ടു. ഡീറേഞ്ച്ഡ് ഗ്ലോറി. ഡ്രൗണ്ട് ഗ്ലോറി. മഹത്വം മുങ്ങിപ്പോയി. എപ്പോഴാ? 30 വെള്ളിക്കാശ് പണം മോഹിച്ച് പ്രൈസ് ഗോഡ് യൂദ പോയപ്പോൾ അവനെ പിന്നെ കേൾക്കാനേ ഇല്ലല്ലേ. അതുപോലെ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഗെഹസി പോയി. ഹല്ലേലൂയ, പ്രവാചകന്റെ കയ്യിൽ നിന്ന് മേടിച്ചു. പിന്നെ ഗെഹസിയെ നമ്മൾ കണ്ടിട്ടുണ്ടോ? മുങ്ങിപ്പോയ മഹത്വം പിന്നെയും ഉണ്ട്. ഞാൻ പക്ഷെ ആ ഭാഗം ഒന്ന് വിടുക. ഞാൻ ഹല്ലേലൂയ 2 വാക്യം നിങ്ങളോട് പറഞ്ഞ് എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ പോവാ. ഒന്ന് 85-ാം സങ്കീർത്തനം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അതിൻ്റെ 9-ാമത്തെ വാക്യം. നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർത്തോണേ. പ്രൈസ് ഗോഡ്. ഈ മഹത്വം, ഈ മഹിമ, ഈ 2 വാക്കും ഹല്ലേലൂയ ഗ്രീക്കിൽ അതിനൊരൊറ്റ വാക്കാണ്. നിങ്ങൾ അതിൻ്റെ അർത്ഥം മനസ്സിലായാലേ ആ മഹത്വം എന്നുള്ളതിൻ്റെ ആ ഒരു ഗ്രാവിറ്റി, അതിൻ്റെ ഒരു വെയിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുവാണേ. ഹല്ലേലൂയ, മഹത്വം, മഹിമ. ആ വാക്ക് മൂലഭാഷയിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? വലിപ്പം, കുലീനത്വം, കൃപ, ആരോഗ്യം, അനുഗ്രഹം, ബഹുമാനം. ഇത് വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ മഹത്വം വേണ്ടേ? ദൈവമഹത്വത്തിനകത്ത് ഇതെല്ലാം ഉണ്ട് ദൈവമക്കളെ. സങ്കീർത്തനം 85-6 പറയുന്നു,
തിരുമഹത്വം ദേശത്ത് വസിക്കേണ്ടതിന് യഹോവയുടെ രക്ഷ തൻ്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു. റാന്നി ദേശത്തോട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വസിപ്പാൻ തക്കവണ്ണം, ഹല്ലേലൂയ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വസിപ്പാൻ തക്കവണ്ണം രക്ഷ അടുത്തിരിക്കുക. രക്ഷ എന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ രക്ഷ മാത്രമല്ല, ഏത് വിഷയത്തിൽ നിന്നാ ഒരു രക്ഷ നേടണമെന്ന് ആഗ്രഹിക്കുന്നത്? കടബാധ്യതയിൽ നിന്നാണോ? പ്രൈസ് ഗോഡ്. ഒരു രോഗത്തിൽ നിന്നാണോ? ഏത് വിഷയത്തിൽ നിന്ന്? ദൈവദാസിമാരെ, എനിക്കൊന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു, അത് അടുത്തിരിക്കുക. വിശ്വസിക്കുന്നവർ കരമുയർത്തുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. രക്ഷഭക്തന്മാരോട് അടുത്തിരിക്കുക, രക്ഷഭക്തന്മാരോട് അടുത്തിരിക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. 24 നമ്മളെ വിട്ട് കഴിഞ്ഞു പോകുക കേട്ടോ. ആണ്ടുകൾ കഴിയും മുമ്പേ ദൈവമഹത്വം ഞങ്ങളുടെ ഭവനത്തിൽ, ദൈവമഹത്വം എന്നിൽ, ദൈവമഹത്വം എൻ്റെ സഭയിൽ കൂടെ, ദൈവമഹത്വം എൻ്റെ ദേശത്ത് വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. 85-ാം സങ്കീർത്തനം ഹല്ലേലൂയ മറക്കരുത്. ഒരു വാക്യം കൂടെ ഞാൻ പറയാം. പ്രൈസ് ഗോഡ്. 71-ാം സങ്കീർത്തനത്തിനകത്ത് പറയുന്നുണ്ട്, ഹല്ലേലൂയ നീ എൻ്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. മഹത്വത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. എവിടെ എന്തെല്ലാം കുറഞ്ഞു പോയോ, പ്രൈസ് ഗോഡ്, എവിടെയെല്ലാം കുഞ്ഞേ നിന്റെ മഹത്വം നഷ്ടപ്പെട്ടു പോയോ, യാഹ്വേ ഗ്ലോറി എന്ന് പേരുള്ള ഒരു അമ്മ, പ്രൈസ് ഗോഡ്, അവള് ഹല്ലേലൂയ കടന്നുപോയ എല്ലാ അനുഭവങ്ങളിലും ദൈവത്തിന് മഹത്വം കരേറ്റി മുന്നേറിയത് കൊണ്ട് അവളുടെ തലമുറ ദൈവമഹത്വം ചുമന്നു എന്ന് മാത്രമല്ല, ഇന്നും വീണ്ടെടുപ്പുകാരനായ മോശയെ കുറിച്ച് ഹല്ലേലൂയ നാം പ്രസംഗിക്കുക. ദൈവം നമ്മുടെ മഹത്വം വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ.